ഇന്നൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് മാങ്ങയും തേങ്ങ അരച്ചിട്ടിട്ടുള്ള മീൻ കറിയാണ്. പിന്നെ ഒരു ഫിഷ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലാണ്. കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഈ 3 സംഭവങ്ങൾ. അപ്പം ആദ്യം നമ്മൾ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പം നമ്മുടെ ഉലുവ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില മിക്സ് ഇതങ്ങോട്ട് ഇടാൻ പോകണ്ടോ. ഭയങ്കര സൗണ്ട്. ഇനി അതൊന്നായി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ഇടാം കേട്ടോ. ഇനി നമുക്ക് പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ഇടാണ്. ചുവന്നുള്ളിക്ക് പകരം സവാള ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് ചുവന്നുള്ളിയാണ് താല്പര്യം, അതുകൊണ്ടാണ്. സവാള ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ അരച്ച് മാങ്ങയിട്ട് മീൻ കറിക്ക് ഇത് നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ചാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാതെ, അതായത് ഏകദേശം ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പൊടികളൊക്കെ 1 ഗ്ലാസ് അളവിൽ വെള്ളം എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് ക്ലീനാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇടുക കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണ് ഏറ്റവും നല്ലത്. മാങ്ങ പുളിയുള്ളതില്ലെങ്കിൽ കുറച്ച് കുടംപുളിയും കൂടി പുളി അനുസരിച്ച് ഇട്ടിട്ട് വെക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ച കോക്കനട്ട് മിൽക്കില്ലേ, നമ്മുടെ ആവശ്യം അനുസരിച്ച് എടുക്കുക. ഇത് ഒഴിച്ചാണ്. സമയക്കുറവ് കൊണ്ട് ശരിക്കും ഒന്ന് അരച്ചൊന്നും എടുത്തിട്ടില്ല. ഇത് നന്നായിട്ട് തിളക്കട്ടെ. കുറച്ച് തേങ്ങ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വി വിൽ അഡ്ജസ്റ്റ് അല്ലേ, സമയം കുറവുണ്ട്, അതാണ്. ഇനി ഇത് ആയി വരട്ടെ. നമുക്ക് മീൻ ഓരോന്നായിട്ടിടാം. ഞാൻ എടുത്തില്ല. അതെ, എന്തെങ്കിലും വറക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കോരി എടുക്കാനാണ് നല്ലത്. അല്ലാതെ നല്ലതാ. പക്ഷെ അതിൻ്റെ തുള വരും. ഗോതമ്പ് പൊടിയൊക്കെ അരിച്ചെടുക്കുന്നത് അതിനകത്താണ്. ഗോതമ്പ് പൊടി ഇട്ടൊന്ന് ഇങ്ങനെ ഒരു കണ്ണാത്തയിലോട്ട് വെച്ചിട്ടാ എന്നിട്ടാ മതി, ശരിയായി കിട്ടും. മഞ്ഞൾ പൊടി ഇട്ടോ? നല്ല പൊടി ഇട്ട്. തേങ്ങാപ്പൊടി ഇട്ടോ? തേങ്ങാപ്പൊടിയോ? അതെന്നതാ? തേങ്ങാപ്പൊടി ഇതെന്നതാ? അത് അമ്മ. അത് തേങ്ങാപ്പൊടിയായിരുന്നു. എന്നാൽ കുറച്ച് ഇങ്ങനെ തന്നേ. ഞാൻ അത് എന്നാ പിന്നെ മനസ്സിലായി. മുളകിട്ടു, പിന്നെ എരിവ് കുറച്ചേ കിട്ടുള്ളൂ. അമ്മയ്ക്ക് എരിവ് കുറച്ചല്ലേ പറ്റുള്ളൂ. അതിപ്പോൾ സാരമില്ല, എല്ലാവരും കഴിക്കേണ്ടതല്ലേ. അതുകൊണ്ട് മുളക് കുറച്ചേ കിട്ടുള്ളൂ. പച്ചമുളക് 2-3 ഉണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ. അടിപൊളി മീനും മാങ്ങയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല യെല്ലോ കളറിൽ
നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് കൂട്ടി ചോറുണ്ണാൻ പോവാണേ. അപ്പോൾ ഓക്കെ, ബൈ. ഈ കറി നമ്മൾ സെർവ് ചെയ്യണതിന് മുന്നേ നന്നായി തിളച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിന് മുകളിലേക്ക് ഒഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇട്ടതല്ലാതെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നത് നല്ലതാണ്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് മതി, അത്ര മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ സെർവ് ചെയ്യാവേ. ഈ ഒരു പ്രോസസ്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഒരു മണവും രുചിയും എല്ലാം കിട്ടും. നമ്മൾ മലയാളികൾക്ക് ടേസ്റ്റും മണവും രുചിയൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ജസ്റ്റ് ഇനി ഒരു 2 മിനിറ്റ്സ് പോലും വേണ്ട, ഒരു മിനിറ്റൊക്കെ ഒന്ന് തിള വരുമ്പോഴത്തേക്കും എടുത്ത് സെർവ് ചെയ്യുക കേട്ടോ.